നിഫ്റ്റി ഫിഫ്റ്റിയുടെ നാളത്തേക്കുള്ള ജസ്റ്റ് ഒരു അനാലിസിസ് സിമ്പിളായിട്ടൊന്ന് ഞാൻ കണ്ട കാര്യം ഇപ്പോൾ ജസ്റ്റ് കണ്ട കാര്യം ഒന്ന് പറയുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഈ ലെവലിൻ്റെ പ്രത്യേകത ഇന്നത്തെ ഡേ ക്യാൻഡിലാണെങ്കിലും ഒരു ഹാമർ ടൈപ്പാണ്. പക്ഷേ ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഏരിയയിലാണ് വന്ന് പെട്ട് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രമാത്രം ഇത് മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ ആണെങ്കിലും ഗ്ലോബൽ മാർക്കറ്റ് ആണെങ്കിൽ പോലും ഈവൻ അത്രയ്ക്ക് നല്ലൊരു ഒരു ഒരു പൊസിഷനല്ല നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒരു കാര്യം കാണിക്കാം. നമ്മൾ ഫിബോനാച്ചി എന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിബോനാച്ചിയുടെ ഈ ഒരു ലെവൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. അതായത് മുകളിലേക്ക് പോയിരിക്കുന്ന ഒരു മാർക്കറ്റിൻ്റെ ബയേഴ്സിൻ്റെ ലാസ്റ്റ് പിടുത്തം എന്ന് പറയുന്ന 618 എന്ന് പറയുന്ന ലെവലാണ്. ഈ 618 താഴെ പോയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ബയേഴ്സിന് റോളുകളൊന്നും ഇല്ല എന്നുള്ളതാണ് പൊതുവേ പറയാറുള്ളത്. ഞാൻ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് സെല്ലേഴ്സിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 618 അല്ലെങ്കിൽ റീസെൻറ്റ് സ്വിങ് ഹൈ അല്ലെങ്കിൽ സ്വിങ് ലോയെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 618 എന്ന് പറയുന്ന ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് എപ്പോൾ പോകുന്നു അപ്പോൾ മാത്രമേ മാർക്കറ്റിന് നിലവിൽ നല്ല ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റ് തന്നെ ഈ ഒരു ലെവലിൽ വന്ന് പെട്ടുകിടക്കുകയാണ്. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും നാളെ ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലേക്ക്, അതായത് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ലോയെ ക്ലോസ് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ അടുത്ത ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ മാത്രമായിരിക്കും. ഇതിൽ മാർക്കറ്റ് നിന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ താഴേക്ക് വീഴും. അടുത്ത സപ്പോർട്ട് നിങ്ങളോട് നോക്കി കഴിഞ്ഞാൽ ഇവിടെങ്ങും വേറെ സപ്പോർട്ട് പിന്നെ വരുന്ന ഈ ഒരു ലെവലാണ് 22,800 എന്ന് പറയുന്ന ഈ ഒരു ലെവലിലേക്കായിരിക്കും അടുത്തത് വരുന്നത്. 22,800 എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ലെവലിലേക്കായിരിക്കും അടുത്ത സപ്പോർട്ട് വരുന്നത്. പിന്നെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ലെവലിനെ, അതായത് ഈ ഒരു 618 എന്ന് പറയുന്ന ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്ത് മാർക്കറ്റ് വെളിയിലേക്ക് വരികയാണെങ്കിൽ മാത്രമേ മുകളിലേക്കുള്ള ഒരു അപ് ട്രെൻഡ് എന്ന രീതിയിലേക്ക് നമുക്ക് ഈവൻ ജസ്റ്റ് കൺസിഡർ പോലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത് വരുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു റേഞ്ച് ആയിരിക്കും. അതായത് ഈ ക്യാൻഡിലിനെ അതായത് ഈ ഗ്രീൻ ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്ത് വരുന്ന ഈ ഒരു ലെവലായിരിക്കും അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് കയറി വരുന്നത്. ആ റെസിസ്റ്റൻസ് കവർ ചെയ്തെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഒരു അനാലിസിസിൻ്റെ ഭാഗം മാത്രമാണ്. നമുക്ക് നാളെ മാർക്കറ്റിൽ കാണാം. താങ്ക്